ഇന്ന് വിഷു ആയതുകൊണ്ടും നിഷയ്ക്ക് അവധി ആയതുകൊണ്ടും ഞങ്ങൾ ഇന്ന് നമ്മുടെ പഴയ വീടിരുന്ന സ്ഥലത്തെ പറമ്പിൽ മാങ്ങ പെറുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനും അമ്മയും ഇച്ചുവും നിഷയും കൂടെയാണ് പോകുന്നത്. ഈ റോഡ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ഉള്ള ഒരു റോഡാണ്. ഞങ്ങൾ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഈ റോഡിലൂടെ ആയിരുന്നു. അല്ലാതെ പണിയാൻ വേണ്ടിയിട്ടാണ് മണ്ണൊക്കെ എടുത്തിട്ട് നിൽക്കുന്നത്. ഈ റോഡിലൂടെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നടക്കുമ്പോഴേക്കും നമ്മുടെ പണ്ട് സ്കൂളിൽ പോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെയാണല്ലോ ഓർമ്മ വരും. ആ നൊസ്റ്റാൾജിക് ഓർമ്മയിലുള്ള ഒരു കാര്യമാണ് ഈ ഒരു മരവും. ഇതിലൊരു ചെറിയ കായ ഉണ്ടാവും, മുള്ളൊക്കെ ഉള്ളത്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് തപ്പിക്കൊണ്ടിരിക്കുവാണ് ഇപ്പോ. ഇത് നല്ലതായിരിക്കത്തില്ല, ഇങ്ങോട്ട് നോക്കി. പക്ഷെ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അല്ലേ? കാണിച്ചേ, അത് പൊളിച്ചിട്ട് കാണിച്ചേ. കുറച്ച് വാഴ പോയാൽ അതുമായി. ഈ കളറാണോ ഓടി? ആണോ, ഞാൻ ഓർക്കുന്നില്ല. കുഞ്ഞിലത്തെ അല്ലേ? ടേസ്റ്റ് ചെയ്തോ, നീ ചെയ്തോ. ടേസ്റ്റ് ഉണ്ടോ? അതിന് ഭയങ്കര പുളിയാന്ന് പറഞ്ഞിട്ട് അവളത് കളഞ്ഞു. പിന്നെ ഇവിടെ ഒരു പുളിമരമാണുള്ളത്. പുളിനിപ്പുണ്ടോ? ഇല്ല, വാളംപുളി ഇല്ല. ആ വാളംപുളി മരോ? ആ ശരിയാ, ഇവിടെ നിൽപ്പുണ്ട്. നൊസ്റ്റാൾജിയ. അതൊക്കെ സ്കൂളിൽ പോകുന്ന കാലം മുതലേ ഈ പുളിയുടെയൊക്കെ ഇവിടെ നിന്ന് പുളിയെല്ലാം പെറുക്കി പെറുക്കി തിന്ന് പോകുന്നതാണ് ഞങ്ങൾ. ഇച്ചുവിന് അതിൻ്റെ ഒന്നും സുഖം അറിയത്തില്ല. ഇച്ചുവൊക്കെ സ്കൂളിൽ വീടിൻ്റെ വാതികയിൽ വണ്ടിയെ കയറുന്നു, പോകുന്നു. ഞങ്ങളൊക്കെ ഇവിടെ തല്ലി വലിച്ച് അവസാനം ഒന്നും പഠിക്കാതെ ഇവിടുന്ന് പാണലൊക്കെ എടുത്ത് കൂട്ടി കെട്ടി വെച്ച് അങ്ങനെയൊക്കെയാണ് പോകുന്നത്, തല്ല് കൊള്ളാതിരിക്കാനായിട്ട്. മൊത്തം നൊസ്റ്റാൾജിക് ഏരിയ ഇതൊക്കെ. ഒരു സാധനത്തിൻ്റെ കായ, ഇതിൻ്റെ കായ. ആ മൂളിയുടെയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഇടവഴിയിൽ നിന്ന് ഇവിടുത്തെ ചെറിയൊരു മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ് ഇത്. ചോരയല്ലടി, അത് മുറുക്കി തുപ്പുക. ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഈ സ്ഥലത്ത് മുഴുവൻ റബ്ബർ തോട്ടമായിരുന്നു. അത് കഴിഞ്ഞ് അതിന്റെ റബ്ബർ തോട്ടത്തിന്റെ പുറകുവശത്തായിട്ട് പാടം, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കണ്ടിന്യൂസ് പാടമായിരുന്നു. പിന്നെ ആ പാടത്തിന് നടുക്കൂടെയാണ് ആ ബൈപ്പാസ് വന്നതും നമ്മളെ 4 മണിക്കാറ്റ് വന്നിരിക്കുന്നതും. ഇത് ആൻറ്റിയുടെ വീട്. ആൻറ്റിയുടെ വീടിനപ്പുറത്ത് കാണുന്നത് നമ്മളുടേത്. ഇതാണ് നമ്മളുടെ സ്ഥലം. നമ്മളുടെ വീടൊക്കെ ഇവിടെയായിരുന്നു, ഒക്കെ പൊളിച്ചു കളഞ്ഞു. ഇപ്പൊ ബ്ലാക്ക് ഡാലിയയുടെ വീടാ. ഞാവലേലും ഇല്ല. അതാണ് ഏപ്രിൽ ചെടി. ഏപ്രിൽ ലില്ലി എന്നല്ലേടി ഇതിന്റെ പേര്? ഏപ്രിൽ ലില്ലി. മഴയൊക്കെ പെയ്തു തുടങ്ങിയ പിന്നെ പറമ്പിൽ മുഴുവൻ പുല്ലൊക്കെ കയറി കാട് പിടിച്ച് കിടക്കുവാണ്. ഇത് നമ്മളുടെ ബ്രദേഴ്സിന്റെ വണ്ടിയാണ്, ടൂറിസ്റ്റ് ബസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും പോകാൻ ആവശ്യമുണ്ടെങ്കിൽ ബുക്ക് ചെയ്താൽ മതി. ഞാൻ ഇവിടെ നമ്പർ കൊടുത്തേക്കാം. നമ്മളിവിടെ ഇന്ന് വന്നിരിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം മാങ്ങ പറിക്കുക. മാങ്ങകള് അപ്പുറത്തെ പറമ്പിലും ആന്റിയുടെ പറമ്പിലും കിടക്കുന്ന കുറെ മാങ്ങപ്പഴങ്ങളുണ്ട്, അതൊക്കെ പെറുക്കി എടുത്തുകൊണ്ട് പോവാന്നുള്ളതാണ്. അപ്പൊ അപ്പുറത്തെ ആന്റിയുടെ വീട്ടിലേക്കുള്ള ഗേറ്റ് തുറക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതവിടെ മഴയൊക്കെ ആയത് കാരണം അങ്ങ് തുരുമ്പടിച്ച് കിടക്കുമല്ലേ. അപ്പൊ നിഷ ഗേറ്റ് ചാടുവാണ്. ഇതൊക്കെ ഒരു നാണക്കേടുമില്ല. അന്യന്റെ പറമ്പിലേക്ക് മതിൽ ചാടി കടക്കുന്നു. നമ്മുടെ വീട് ഇവിടെ ആയിരുന്നപ്പോൾ ഉണ്ടല്ലോ എന്ത് രസമായിരുന്നു എന്നറിയാമോ. ഇവിടുന്ന് ഇങ്ങനെ കാറ്റ് വന്ന് നമ്മളിവിടെ തിണ്ണയിലൊക്കെ ഇങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു. കാറ്റൊക്കെ വന്ന് അടിപൊളിയായിരുന്നു. നല്ല സൂപ്പർ വ്യൂ അല്ലേ ഇവിടുന്ന് വരുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് തഴുതാമ എന്ന് പറയുന്ന ചെടിയുണ്ട്. അത് നമ്മൾ തോരൻ വെച്ച് കഴിക്കാറുള്ളതാണ്. ഇതെന്താ ഒരു ചെടിയാണെന്ന് അറിയില്ല, ഒരു കുഞ്ഞി ചെടിയാണ്. ഈ പടർന്ന് കിടക്കുന്ന ചെടി എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ഹാങ്ങിങ് പ്ലാന്റ്സ് പോലെ വെക്കാനായിട്ട്. കുഞ്ഞു കുഞ്ഞു വെള്ള പൂക്കളൊക്കെ ഉണ്ട്. എനിക്കും അമ്മയ്ക്കും മതിൽ ചാടാനൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെളിയിൽ തന്നെ നിന്നു. അവരതിനകത്ത് കയറിയിട്ട് മാങ്ങയൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുവാണ്. മാങ്ങ പെറുക്കൽ നിറഞ്ഞു കിടക്കുവാ അല്ലേ? മൊത്തം പൊഴിഞ്ഞു കിടക്കുവാ. എന്തോ
മാങ്ങയെല്ലാം പെറുക്കിയതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലേക്കാണ് പോയത്. അവിടുത്തെ തിണ്ണയിൽ പോയി കുറച്ചു നേരം ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ നമ്മളുടെ വീടുണ്ടായിരുന്നപ്പോൾ നമ്മളുടെ വീട്ടിലെ തിണ്ണയിലായിരുന്നു എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത പരിപാടി വായിക്കകത്ത് വെള്ളം വരുന്നുണ്ട്. ഇതൊന്ന് പൊളിച്ചേടി. അപ്പോൾ പൊളിച്ചാതെ മാങ്ങാടെ ഗുണം പോകും. അല്ലേ, എന്നാ നമുക്ക് പിന്നെ തിന്നാം. അവിടെ കൂടെ ബസ് പോയി. അമ്മ ലിയാപ്പനും അല്ലൂനും വിഷുക്കൈനീട്ടം കൊടുക്കുന്നതിന്റെ ബഹളമാണ്. ചോദിച്ചതേ ഞാൻ ആദ്യം. ഞാൻ വിചാരിച്ചു ലിയാപ്പൂന് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന്. എന്നാൽ ഇവിടെ കൊലപാതകം നടക്കാം. ഗാന്ധിജി രണ്ടായി പിള്ളേർ ഇവിടെ കണ്ടോ, ഒരു യശി വരുന്നുണ്ട്. യശി യെസ്, കളർ ചെയ്ത് കുറച്ച് മാങ്ങ ഉപ്പും കൂട്ടി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കട്ടൻ കാപ്പി വന്നു, ചക്ക വറുത്തത് വന്നു, കപ്പ വറുത്തത് വന്നു. ഇതെല്ലാം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എവിടേക്കെങ്കിലും പോകാൻ വേണ്ടിയിട്ടൊന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ലുലുവിൽ പോവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ റെഡി ആവാൻ വേണ്ടി വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ ഇവരുടെ വീടാണിത്. അപ്പൊ ഞങ്ങൾ പോയി റെഡി ആയിട്ട് വരട്ടെ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രാമമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വിത്തിൻ നോ ടൈം റെഡിയായി ഞങ്ങൾ ലുലുവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലുലുവിലൂടെ നടക്കാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ. ഒരുപാട് ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല പ്ലാൻ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പൊ ഇവരെല്ലാവരുടെയും വീഡിയോ എടുത്ത് ഞാൻ പുറകെ നടന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നെയും കൂടി ഒന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി പിള്ളേരെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെയും മൊബൈൽ കൊടുത്ത് എന്നെയും കൂടി ഒന്ന് എടുപ്പിച്ചതാണ്. അതിന്റെ ചിരിയായിരുന്നു അവിടെ. പിന്നെ നിശ കുറച്ച് നെയിൽ പോളിഷ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. പിന്നെ അവൾക്കൊരു നല്ലൊരു ലിപ്സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞ് അതും കൂടെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളൊക്കെ അവിടെ നിന്നിട്ട് ചുറ്റും നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ആദ്യം നമ്മൾ ലുലു ഫാഷനിലേക്കായിരുന്നു പോയത്. ലുലു ഫാഷനിൽ പോയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സാധനം വാങ്ങിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. കുറച്ച് ഹെയർ അക്സസറീസും പിന്നെ ഈ കമ്മലുകളുടെ ഒക്കെ ഒരു സെക്ഷൻ ആയിട്ട് വരും. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സാധനം വാങ്ങിക്കുന്ന ഒരു സ്ഥലം. ഇവിടെ നിന്നിട്ട് എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. നിന്റെ ഡ്രസ്സുമായിട്ട് നല്ല മാച്ചിങ് ഉണ്ട്. ഡ്രസ്സസ് ഒന്നും വാങ്ങാനായിട്ട് പ്ലാൻ ഇല്ലെങ്കിലും ഇങ്ങനെ തപ്പി നോക്കി നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറച്ചു നേരം നോക്കി. പിന്നെ നിഷയ്ക്ക് ഒരു ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു. അപ്പൊ അവൾ അത് വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. നിച്ചുവിന് നോക്കി, പക്ഷെ അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞങ്ങള് പോയി. ഞാൻ കുറച്ചു നേരം ചെരുപ്പൊക്കെ നോക്കി നിന്ന സമയത്ത് അവരെല്ലാരും ഇവിടുന്ന് അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഞാനും കൂടെ അവരുടെ പുറകെ പോയി. ഇപ്രാവശ്യം നമ്മൾ ചെന്നപ്പോഴേക്കും നമുക്ക് അവിടെ കസ്റ്റമർ കെയറിൽ നിൽക്കുന്ന ആരെയും തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും സെറ്റും മുണ്ടും പട്ടുപാവാടിയും ബ്ലൗസും മുണ്ടും ഷർട്ടും ഒക്കെ ആയിരുന്നു ഇട്ട് നിന്ന്. കസ്റ്റമർ ഏതാ അവിടെ നിൽക്കുന്ന കസ്റ്റമർ കെയറിൽ നിൽക്കുന്ന ആളാരാന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് ഇഷ്ടമായി. പക്ഷെ ഭയങ്കര റേറ്റ് ആയിരുന്നു എല്ലാത്തിനും. ഫാഷനിൽ നിന്ന് എല്ലാവർക്കും ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോന്നു. അവിടെ കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴാണ് ഈ ഒരു വെജിറ്റബിൾ കണ്ടത്. അപ്പോൾ ഇച്ചു പറയായിരുന്നു ഇൻസ്റ്റാഗ്രാമിലെ ആ സുന്ദരി ആൻറ്റി കാണിച്ചു തന്ന ഒരു വെജിറ്റബിൾ ആണ്. അത് നമ്മുടെ ബ്ലണ്ടർ തണ്ടർ വണ്ടറിലെ കവിത കാണിച്ചു തന്ന ഒരു വെജിറ്റബിൾ ആയിരുന്നു. പിന്നെ നമ്മളെല്ലാ സാധനങ്ങളും എല്ലാം വാങ്ങിയതിന് ശേഷം ഫുഡൊക്കെ വാങ്ങിയിട്ട് മേലിൽ പോയിരുന്ന് കഴിച്ചു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ എല്ലാ സാധനങ്ങളും എല്ലാം എടുത്ത് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ആരും ഒന്നും വാങ്ങുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും ഒരുപാട് സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിഷു ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.